വേണുചേട്ടനും പ്രിയപ്പെട്ടവരുമായിട്ട് ഒരുപാട് പേര് എല്ലാവരും ഈ വേദിയിലെത്തുന്നില്ലെങ്കിൽ ഒരു വലിയ സൗഹൃദ സംഘത്തിൻ്റെ നടുക്കിലാണ് എപ്പോഴും അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരാളെ കൂടെ കാണാം. വേണുചേട്ടനെ ഞാൻ ആദ്യം കാണുന്നത് ആലപ്പുഴയിലൊരു ഹോട്ടലിൽ വെച്ചിട്ടാണ്. ഞാൻ കുട്ടിയായിരിക്കുമ്പോഴാണ്, സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഭക്ഷണം കഴിക്കാൻ പോയതാണ് തിരുവനന്തപുരത്ത് നിന്ന് ഒറ്റ വരുമ്പോൾ. അപ്പോൾ വേണുചേട്ടൻ ഇങ്ങനെ ഭയങ്കര ഗ്രേസ്ഫുള്ളായിട്ട് സ്റ്റെപ്പ് കയറി പോകുന്നു. അപ്പോൾ ഞങ്ങൾ നോക്കി ഇങ്ങനെ കൈ കാണിച്ചു. അതാണ് എനിക്ക് വേണുചേട്ടൻ്റെ ആദ്യത്തെ ഓർമ്മ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സിനിമ ചെയ്യാൻ പോയി പാസഞ്ചർ യഥാർത്ഥത്തിൽ അതിൽ ആ ഡ്രൈവറുടെ ക്യാരക്ടർ ഞാനും ശ്രീനേട്ടനും കൂടെ വിചാരിച്ചത് ആ സിനിമ ഭയങ്കര ടെൻസ് ആയിട്ടുള്ളൊരു സിനിമ ആയതുകൊണ്ട് ഒരു കോമിക് റിലീഫ് എന്ന രീതിയിൽ അപ്പോൾ തിളങ്ങി നിൽക്കുന്നിരുന്ന സുരാജോ അങ്ങനെ ആരെങ്കിലും കാസ്റ്റ് ചെയ്യാമെന്നായിരുന്നു വിചാരം. ദിലീപേട്ടനാണ് അത് സജസ്റ്റ് ചെയ്തത്. അല്ല, അത് അങ്ങനെയല്ല, നമുക്കതിനെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാം. അപ്പോൾ അയാളൊരു വയസ്സനായ ആളായിരിക്കണം, ഒരു ചൊറിയൻ, ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷൻ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ഞങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെയാണ് വേണുചേട്ടനെയും സജസ്റ്റ് ചെയ്യുന്നതെന്ന് ദിലീപേട്ടനാണ്. അതിന് വേണുചേട്ടനോട് ഞാൻ ഫോണിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ തന്നെ വേണുചേട്ടൻ ഇഷ്ടപ്പെട്ടു, ചെയ്യാൻ സമ്മതിച്ചു. അപ്പോൾ ആ സിനിമയുടെ സ്ക്രീൻ പ്ലേയിലും ഡയലോഗ്സിലും എല്ലാം വേണുചേട്ടൻ്റെതായിട്ടുള്ള സജഷൻസ് ഉണ്ടായിട്ടുണ്ട്, ആ ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിലും. അതിനുശേഷം അർജുനൻ സാക്ഷി ചെയ്തപ്പോൾ അതിലൊരു ജേർണലിസ്റ്റ്, എന്തായാലും മലയാള സിനിമയുടെ ഏറ്റവും വലിയ നടൻ തന്നെ പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സമയം ചെലവഴിക്കാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. നമ്മൾ ഇത്രയും നേരം നമ്മൾ വേണുചേട്ടൻ്റെ ആ ഒരു മലയാള സിനിമയ്ക്ക് മലയാളത്തിൽ നൽകിയിട്ടുള്ള സംഭാവനകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. എല്ലാം സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ, അഭിമാനകരമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ എനിക്ക് വേദനാജനകമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാനുണ്ട്. അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ മോശമായപ്പോൾ പോലും അത് അറിയിക്കാതെ അദ്ദേഹം അഭിനയിച്ചിരുന്നു. അത് സത്യൻ മാഷിനെ പോലെയാണ്. സത്യൻ മാഷിന് ബ്ലഡ് ക്യാൻസർ ഉണ്ടായിരുന്നിട്ടും പറഞ്ഞില്ല അറിയിക്കാതെ അദ്ദേഹം അഭിനയിക്കായിരുന്നു എന്ന് പറഞ്ഞാൽ വേണുചേട്ടന് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളപ്പോഴും അത് അറിയിക്കാതെ, അതാണ് ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പൈസ ഉണ്ടാക്കാനോ ഒന്നുമല്ല, ആ അഭിനയത്തോടുള്ള ആ പ്രതിബദ്ധത, ആഗ്രഹം, അതൊക്കെ സ്നേഹം, ഇഷ്ടം എന്നൊക്കെ നമുക്ക് പറയാം. അതിൽ നമ്മളൊക്കെ പരസ്പരം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാനും ഇന്നസെൻ്റ് ഏട്ടനും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളി അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. അതൊക്കെ ഇതിൻ്റെ കൂടെ ഉള്ളതല്ലേ, അത് ചോദിക്കുന്ന അത്ര ഇഷ്ടമല്ല. തീർച്ചയായിട്ടും. അപ്പം അവസാനത്തെ കുറേ ചിത്രങ്ങൾ ഈ ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. അങ്ങനെ വേണുചേട്ടൻ്റെ ആ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര ഉദാത്തമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം മലയാള സിനിമയിൽ വർത്തിച്ചിരുന്നത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇല്ലേ? ഈ ആരോഗ്യമൊക്കെ മറന്ന് സ്വന്തം കഷ്ടപ്പാടുകൾ, സ്വന്തം ബുദ്ധിമുട്ടുകൾ, സ്വന്തം വേദനകളെല്ലാം മറച്ചു വെച്ച് ബാക്കിയുള്ളവരെല്ലാം സന്തോഷിപ്പിക്കാനെന്ന് എല്ലാ കാലത്തും അദ്ദേഹം ശ്രദ്ധിച്ചു. മറ്റൊരു കാര്യം കൂടെ ഉള്ളതേ, ഒരു കലാകാരൻ ഓരോ വർഷം കഴിയുന്തോറും റിഫൈൻഡ് ആവുന്നു, അയാൾക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾ കൂടി വരുന്നു, അവിഭാജ്യ ഘടകമായി മാറുന്നു. ഇപ്പം ഞാൻ ജനിക്കുമ്പം എൻ്റെ കാര്യം പറഞ്ഞു, ഞാൻ ജനിക്കുമ്പോൾ വേണിച്ചിട്ട് സിനിമയിലുള്ള ആളാണ്. എത്രയോ കാലം കഴിഞ്ഞാണ് പരിചയപ്പെടുന്നത്. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ചില സ്റ്റേജ് ഷോകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചില സിനിമകളിൽ ഒന്നിച്ച് അഭിനയിക്കാനൊക്കെ ചെല്ലുമ്പം അവരുടെ ഒരു ജീവിതാനുഭവങ്ങളോ അവർ വന്ന വഴികളോ അവർ വർക്ക് ചെയ്തിട്ടുള്ള ലെജൻസോ അല്ലെങ്കിൽ സ്വയമേ ലെജൻഡാണെന്നുള്ള ഒരു ബോധ്യമോ ഒരിക്കൽ പോലും ഒരു കണമായി പോലും ഒരു ഈഗോയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ എല്ലാം നമ്മൾ എഴുതുന്ന സ്റ്റേജ് ഷോകളിൽ, സ്റ്റേജ് പരിപാടിയിൽ വരാൻ, കൂട്ടത്തിൽ പാട്ട് പാടാൻ, അതിൽ അഭിപ്രായം പറയാൻ, അതിൻ്റെ കൂടെ നിൽക്കാൻ എന്നൊക്കെ പറയുന്ന ഒരു നമ്മുടെ തന്നെ സംഘടനയുടെ ചില ഷോകൾക്ക്, അല്ലാത്ത ചില സ്റ്റേജ് ഷോകൾക്ക്, കാരണം സിനിമയിലുള്ള എല്ലാവരും സ്റ്റേജ് ഷോകൾക്ക് വരാറില്ല, ഒരു അവാർഡ് മേടിക്കും പോകുന്നുള്ളതുള്ളൂ. വേണിച്ചേട്ടൻ അങ്ങനെ ഒന്നുമില്ല, സ്റ്റേജിൽ ചെയ്യാൻ വലിയ താല്പര്യമുള്ള ആളാണ്. അരങ്ങിൽ നിന്ന് വന്ന ആളല്ലേ? അരങ്ങ് ഒരു വലിയ ഇഷ്ടമുള്ള ആളാണ്. അതാണ് ഇപ്പം ഗൾഫിൽ പോയെന്ന് പറഞ്ഞിടത്തുനിന്നാണ്, നന്ദിച്ചേട്ടൻ പോയെന്ന് പറഞ്ഞിടത്തുനിന്നാണ് ഞാൻ ആലോചിച്ചത്. അത്രയും അരങ്ങിനോട് താല്പര്യമുള്ള ഒരാളും കൂടിയായിരുന്നു വേണുചേട്ടൻ. അദ്ദേഹത്തിന്റെ പൂരം പടം നടക്കുന്ന ലൊക്കേഷൻ എന്നാണ് വന്നത്. പൂരം ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഈ ട്രിപ്പിന് വന്നത്. അതൊക്കെ അപ്പം സംവിധായകനായിട്ടുണ്ട്, കഥാകൃത്ത് ആയിട്ടുണ്ട്. കാറ്റത്തെ കിളിക്കൂട് എന്ന് പറയുന്ന സിനിമയുടെ കഥ അദ്ദേഹത്തിൻ്റെതാണ്. അങ്ങനെ കുറെ സിനിമകളുണ്ട്, സമസ്ത മേഖലകളിലും അദ്ദേഹമുണ്ട്. വേണുചേട്ടൻ കലയ്ക്ക് വേണ്ടിയാണ് ജനിച്ചത്, കലയ്ക്ക് വേണ്ടിയാണ് ജീവിച്ചത്, കലയ്ക്ക് വേണ്ടി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു.
തീർച്ചയായിട്ടും. അതെ, ഇന്ന് നമ്മളിപ്പോ ഒരു എപ്പിസോഡിൽ ഇത്രയും പറഞ്ഞിട്ട് ഇനി ഒരു 4 എപ്പിസോഡും കൂടി ഇനിയുണ്ട്. ഉണ്ടെങ്കിലും എനിക്ക് പറയാൻ ഈ ഇഷ്ടം പോലെ കാര്യങ്ങൾ. എല്ലാവർക്കും അതായത് ഇതുപോലെ എത്ര പേർക്ക് ഇപ്പൊ ജഗദീഷ് ചേട്ടനും അതുപോലെ നന്ദു പൊതുവാളിനും മാഷക്കും നമുക്കൊക്കെ എത്ര പറയാണ്ട്. വേണുചേട്ടൻ മരിച്ചൊരു 15 ദിവസം കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ പോയത്. ഞാനും നമ്മുടെ കല്ലറ ഗോപനും അലക്സ് എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്തും കൂടി വീടിൻ്റെ ഉമ്മറത്ത് ചേച്ചിയായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു കാക്ക അവിടെ വന്നിരുന്ന് ഞങ്ങളുടെ സംസാരത്തിൻ്റെ ഇടയിൽ കംപ്ലീറ്റ് ഇൻറ്ററപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളിങ്ങനെ മേടിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ പറയുന്നു. ഈ കാക്ക അവിടെ ഇരുന്നു കൊണ്ട് ഇതിലിങ്ങനെ ഞങ്ങളുടെ വർത്തമാനത്തിൻ്റെ ഇടയ്ക്ക് ഈ കാക്കയുടെ ശബ്ദം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എത്ര മിനിറ്റാണെന്ന് അറിയാം, 45 മിനിറ്റ് നേരം. അപ്പം ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് നോക്കും. ചേച്ചി അകത്തേക്ക് പോയി. അപ്പം നമ്മളവിടെ നിൽക്കുന്ന ഒരാളോട് ചോദിച്ചു, ഈ കാക്ക അവിടെ വരാറുണ്ടോ? ഈ കാക്കയെ ഇവിടെ ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതായത് അതൊക്കെ ചിലപ്പോൾ ഒരു പ്രസൻസ് ആയിരിക്കാം. അതുകൊണ്ടാണ് ഇതേ പറഞ്ഞല്ലോ, ആ കാക്കയുടെ രൂപത്തിൽ വന്ന് വേണിച്ചേട്ടനായിരിക്കും. അങ്ങനെയാണല്ലോ ആത്മാവ്, നമ്മൾ വിശ്വസിക്കുന്നു. അതെ, അതാണ് ജഗദീഷേട്ടൻ പറഞ്ഞ് ഇപ്പോഴും അദ്ദേഹം ഉണ്ട്. നമുക്ക് എന്നല്ല, ഇങ്ങനെ എത്ര 1000 ആളുകൾക്ക് അനുഭവങ്ങൾ പറയാനുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും ഒരാളെ കുറിച്ച് എന്നുള്ളതാണ്. ഇപ്പൊ പലതവണയെ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ മാഷോട് ഒരു പാട്ടുകൂടെ പാടാൻ പറയും. അതെ, ആ നഷ്ടസ്വർഗ്ഗങ്ങളെ. പാട്ട് പാടുന്നതിന് മുമ്പ് ഒരു കാര്യം മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഇന്നത്തെ യുവതലമുറ സിനിമയിലേക്ക് വരാൻ ആഗ്രഹമുള്ളവർ വേണിച്ചേട്ടൻ്റെ സിനിമകൾ എടുത്ത് കാണുക. ആ മെയ് വഴക്കം, ആ കൈയടക്കം, അതൊക്കെ മനസ്സിലാക്കുക. റെഫറൻസ് എങ്ങനെയാണ് ഒരു കഥാപാത്രം മാത്രമല്ല എങ്ങനെയാണ് ഒരു കഥാപാത്രമായിട്ട് മാറുക, സംസാരിക്കേണ്ടത് എങ്ങനെ, ചലിക്കേണ്ടത് എങ്ങനെ, കൈയെടുക്കേണ്ടത് എങ്ങനെ, കാലെടുക്കേണ്ടത് എങ്ങനെ, അഭിനയിക്കല്ല കഥാപാത്രമായിട്ട് മാറുക. മാത്രമല്ല ഈ നേരത്തെ പറഞ്ഞ ഈ കൂത്തിന്റെയും കൂടിയാട്ടത്തിന്റെയും കഥകളിയുടെയും ആ ഒരു പശ്ചാത്തലം, കാവാലൻ സാറിന്റെ തിരുവരങ്ങിന്റെ തനത് നാടകവേദിയുടെ പശ്ചാത്തലം, അതും അറിയാം. ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ആക്ടിങ്ങും അറിയാം, അല്ലേ? പിന്നെ തീർച്ചയായിട്ടും തമിഴിൽ ഉൾപ്പെടെ അന്യൻ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങുമ്പോൾ അതിലും അന്ന് നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് പരിചയമുള്ള ഡയറക്റ്റ് ഫസ്റ്റ് കാണുന്നത് വേണുചേട്ടനെയാണ്. അതെ അതെ, അവിടെ ഉണ്ട്. ഒരേ സമയം സ്റ്റൈലൈസ്ഡ് ആക്ടിങ്ങും ഒരേ സമയം റിയലിസവും ബ്ലെൻഡ് ചെയ്ത ഒരു ആക്ടറാണ്. നെടുമുടി വേണു, ശിവായി സാറ് പറഞ്ഞതാണ്. നെടുമുടി വേണു എന്ന് പറഞ്ഞപ്പോൾ പരിചയപ്പെട്ടപ്പോൾ ഞാൻ നെടുമുടി വേണുപ്പോൾ നീ നെടുമുടിയല്ലടാ നീ കൊടുമുടി വേണു എന്നാണ് മഹാനടനായിട്ടുള്ള ശിവായി സാറ് അദ്ദേഹത്തിന്. ഈ ഒരു നോട്ടില് മാഷ് ഒരു പാട്ടും കൂടെ പാടിയാൽ തീർച്ചയായിട്ടും നമുക്ക് നഷ്ടസ്വർഗ്ഗങ്ങളെ പാടാം. നഷ്ടസ്വർഗ്ഗങ്ങളെ. അതെ. സ്വർഗങ്ങളെ നഷ്ടസ്വർഗങ്ങളെ നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെനിക്കൊരു ദുഃഖസിംഹാസനം നൽകി. തപ്തനിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭഗ്നസിംഹാസനം നൽകി. നഷ്ടസ്വർഗങ്ങളെ. നമ്മുടെ തമ്പി സാറിന്റെ വരികള്, അമ്പിളിയുടെ ഡയറക്ഷനിലുള്ള സിനിമ, വേണുചേട്ടന്റെ നായക കഥാപാത്രം. ഇവിടെ വരുന്ന എപ്പിസോഡുകളിൽ നിന്നൊരു ആൽബം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് ജഗദീഷ് ചേട്ടാ വരൂ, ബാക്കി എല്ലാവരും വരും. അഭിനയകലയിൽ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയ പ്രതിഭയാണ് നെടുമുടി വേണിച്ചേട്ടൻ. അടുത്ത അധ്യായത്തിൽ മറ്റൊരു അതുല്യ കലാകാരി.